2026 നമ്മളെ നെക്സ്റ്റ് വരുന്ന ഈ ഏപ്രിൽ എക്സാം എഴുതാൻ പോകുന്ന NUS സ്റ്റുഡൻസിനുള്ള അപ്ഡേറ്റ് ആണ്. നിങ്ങളിപ്പോൾ രജിസ്ട്രേഷനും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇങ്ങനെ വെയിറ്റ് ചെയ്യുമായിരിക്കും. നമുക്ക് ഈ വരുന്ന ഏപ്രിലോട്ട് എക്സാം എഴുതാൻ പോകണമെങ്കിൽ നിങ്ങൾ ഇനി എക്സാം ഫീസ് അടയ്ക്കേണ്ടതുണ്ട്. നമുക്ക് 21 നവംബർ മുതൽ ഡിസംബർ 20th വരെയാണ് വിത്തൗട്ട് ഫൈനിൽ നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാൻ പറ്റുക. ഫൈനില്ലാതെ നിങ്ങൾ എക്സാം ഫീസ് അടയ്ക്കുന്നത് ഡിസംബർ 20 മുന്നേ നിങ്ങൾ എന്തായിട്ട് എക്സാം ഫീസ് അടയ്ക്കണം. ഡിസംബർ 21 മുതൽ ഡിസംബർ 31 വരെ നിങ്ങൾ ഓരോ പേപ്പറിന് 150 രൂപ അഡീഷണൽ അടയ്ക്കണം. 5 പേപ്പർ 6 പേപ്പർ വരുമ്പോൾ അത് വലിയ എമൗണ്ട് ആകും. അപ്പോൾ അതിനൊന്നും ആരും വെയിറ്റ് ചെയ്ത് എന്താണെങ്കിലും ഡിസംബർ 20 മുന്നേ അടയ്ക്കാൻ നോക്കുക. ഇനി ബൈ ചാൻസ് നിങ്ങൾ പറ്റിയില്ലെങ്കിൽ ഡിസംബർ 31 മുന്നേ ഓരോ പേപ്പറിന് 150 രൂപ വെച്ചിട്ട് നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാം. ഇനി അതും പറ്റിയില്ലെങ്കിൽ ജനുവരി 10th വരെ നിങ്ങൾക്ക് 1600 രൂപ ഫൈനോട് കൂടിയിട്ട് എക്സാം ഫീസ് അടയ്ക്കാനാകും. ഇതിനകത്ത് എക്സാം ഫീസ് അടച്ചാൽ മാത്രമേ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ഈ വരുന്ന ഏപ്രിൽ എക്സാം എഴുതാൻ പറ്റുള്ളൂ. അപ്പോൾ ഇനി ആരെങ്കിലും എക്സാം ഫീസിൻ്റെ കാര്യം വിട്ടുപോകാണ്ടിരിക്കാൻ നന്നായി ഡേറ്റുകൾ ഓർത്ത് വയ്ക്കുക. ഫൈൻ ഇല്ലാണ്ട് അടയ്ക്കാൻ നോക്കുക. ഈ എക്സാം ഫീസ് അടച്ചവർക്ക് മാത്രമേ എക്സാം എഴുതാൻ പറ്റുള്ളൂ. വേറെ എന്തെങ്കിലും വഴിയുണ്ടോ, പെട്ടെന്ന് എക്സാം എഴുതാം, ഞാൻ എക്സാം ഫീസ് അടയ്ക്കാൻ മറന്നുപോയി അങ്ങനെയൊന്നും പറഞ്ഞിട്ട് പിന്നെ ഒരു ഓപ്ഷനും ഉണ്ടാവില്ല. ബോർഡിലോട്ട് പൈസ അടയ്ക്കണമെങ്കിൽ അവർ പറയുന്ന ടൈമിനകത്ത് തന്നെ നമ്മൾ എക്സാം ഫീസ് അടച്ചിരിക്കണം. വിത്ത് ഫൈൻ അടക്കം നമുക്ക് 10 ജനുവരി വരെ സമയം തന്നിട്ടുണ്ട്. 1600 രൂപയ്ക്കാണെങ്കിൽ പോലും ജനുവരി 10th വരെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സാം ഫീസ് അടയ്ക്കാൻ പറ്റും. അതടയ്ക്കാത്തവർക്ക് ഈ വരുന്ന ഏപ്രിൽ എക്സാം എഴുതാൻ പറ്റൂല. 2026 ഏപ്രിലിലെ എക്സാമിൻ്റെ കേസാണ് പറയുന്നത്. അത് പോസിബിൾ ആവണമെങ്കിൽ വിത്ത് എക്സാം ഫീസ് നിങ്ങൾ എന്താണെങ്കിലും പെട്ടെന്ന് തന്നെ അടച്ചു തുടങ്ങാം. അപ്പോൾ നിങ്ങൾക്ക് എക്സാം ഫീസ് അടയ്ക്കാനോ വേറെ എന്തെങ്കിലും ഇൻഫർമേഷൻസോ ആവശ്യമുണ്ടെങ്കിൽ നമ്പർ കാര്യങ്ങൾ താഴെ കൊടുക്കുന്നുണ്ട്. ജസ്റ്റ് വാട്സപ്പ് ചെയ്യുകയോ കോൾ ചെയ്യുകയോ ചെയ്യാം കേട്ടോ.